ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ സാറ്റർഡേ എടുത്ത വീഡിയോ ആണ്, പക്ഷേ ഇപ്പോഴാണ് അപ്ലോഡ് ആക്കാൻ ടൈം കിട്ടിയിട്ടുള്ളത്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു, പക്ഷേ വോയിസ് കൊടുക്കാൻ ടൈം കിട്ടിയിരുന്നില്ല കേട്ടോ. മന്ത് എൻഡ് കഴിഞ്ഞ ഓഫീസിൽ നല്ല തിരക്കുള്ള ടൈമാണ്, ഒരു 1 വീക്ക്. അപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് ടൈം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, 6 o'clock ആയിട്ടുണ്ട് മോർണിംഗ്. പിന്നെ ഞാനിപ്പോഴും ആ ട്രാക്കിലേക്ക് എത്തിപ്പെട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും വേറെയുണ്ട്. അപ്പോൾ നമുക്ക് വോയിസ് കൊടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല കേട്ടോ, അതാണ് ഇത്ര ലാഗായത്. ധനുഷിൻ്റെ റയാൻ മൂവിക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. നൈറ്റ് ഷോ ആയിരുന്നു, 10:15 ആ ടൈമിലായിരുന്നു ഷോ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ കെട്ടുന്ന ഹെയർ സ്റ്റൈൽ ഞാൻ റീല് കണ്ടതിന് ശേഷം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ. അടിപൊളി ഹെയർ സ്റ്റൈലാണ്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കെട്ടാനും ഭയങ്കര സിമ്പിളാണ്. നമ്മൾ സാധാ പോലെ പോണിട്ടൈൽ കെട്ടില്ല, അതുപോലെ അത് കെട്ടിയതിന് ശേഷം ഒരു ക്രാബ് വെച്ചിട്ട് ആ ക്രാബിന് നമ്മുടെ ഹെയർ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്. പിന്നെ എനിക്ക് മുടി ലെങ്ത്ത് ഉണ്ട്, പക്ഷേ ഉള്ളു കുറവാണ്. പക്ഷേ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഉള്ളൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ മുടിയൊന്നും കെട്ട് കൂടില്ല കേട്ടോ. അത് കാറ്റടിച്ച് ഭയങ്കര കെട്ടാവും, മുടി പരത്തിയിടാന്നുണ്ട്. ഇങ്ങനെ കെട്ടി വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ മുടിയൊന്നും കെട്ട് കൂടത്തില്ല. പിന്നെ നീതൊന്നും ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ തന്നെയാണ്. അവൾ പിന്നെ ക്രാബ് യൂസ് ചെയ്യാതെ കേട്ടോ കെട്ടുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും നീതും പൃഥ്വിയും കണ്ണേരനും കൂടിയാണ് സിനിമയ്ക്ക് പോയിട്ടുള്ളത്. മാമനും അമ്മായിയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല, അവർ സൺഡേ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 4 ആളും കൂടിയിട്ട് സ്കൂട്ടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ഏരിയയൊക്കെ ഭയങ്കര നീറ്റാണ് കേട്ടോ. പിന്നെ ഒരു ബിൽഡിംഗ് വർക്ക് നടക്കുന്നതുകൊണ്ടാണ് കുറച്ചതായിട്ട് കിടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഉണ്ടാകാറുള്ളത്. മറ്റേ ഏരിയയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ലീനായ ഏരിയയാണ് കേട്ടോ ഇവരുടെ. പിന്നെ റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ടൈം ഇത്രയൊക്കെ ആയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. പിന്നെ നമ്മൾ വരദരാജ പറഞ്ഞ തിയേറ്ററിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാനും മേഘവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുന്നത്തെ വീഡിയോസിലൊക്കെ. അപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ പാപ്പൻസ് പറഞ്ഞ സിനിമയ്ക്കായിരുന്നു കേട്ടോ. അന്ന് പോയിട്ടുള്ളത് PVRക്കായിരുന്നു. വരദരാജയ്ക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇനിയും നീതിന് ഡ്രോപ്പ് ചെയ്തിട്ട് കണ്ണേട്ടനും വൃത്തിയും കൂടിയിട്ട് സ്കൂട്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയായിരുന്നേ. മൂവി കുറച്ച് ഫൈറ്റിംഗ് മൂവിയാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും വലിയ എൻട്രി ഉണ്ടായിരുന്നു. ഋത്വിക്ക് 4 വയസ്സാവണേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അവന് എൻട്രി ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്കൊന്നും അങ്ങനെ എൻട്രി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കയറിയിട്ടും കുറേ പേര് അങ്ങനെ പുറത്തു നിന്നായിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞതാണ് കേട്ടത്. ഞങ്ങൾ പോയ ദിവസം അങ്ങനെയായിരുന്നു, പിന്നെ എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് അറിയില്ല. ആദ്യം 2nd ഫ്ലോറിലാണ് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ പറഞ്ഞിട്ട് വീണ്ടും കയറി ഇറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ ഇടയിലൊന്ന്. പിന്നെ അത് ഇൻ്റർവെല്ലിൽ എടുത്തതാണ്. തിയേറ്ററിൽ 2-3 സിനിമ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ റയാൻ മൂവി 2 സ്ക്രീനിലായിട്ടായിരുന്നു. ഋത്വിയുടെ അപ്പോഴേക്കൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റായിരുന്നു കേട്ടോ ആള്.
സിനിമ പിന്നെ അടിപൊളി സിനിമ തന്നെയായിരുന്നു. പിന്നെ കാളിദാസിന് നല്ല റോൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം ഫൈറ്റിംഗ് മൂവി ആയിരുന്നു. പിന്നെ ഒരു ഫാമിലി മൂവിയാണ്, അതുപോലെ തന്നെ ഫൈറ്റിങ്ങും ആണ്, കൂടുതൽ ഫൈറ്റിംഗ് ആണ്. മണിയായി മാറി നിൽക്കാൻ പറയണോ. പിന്നെ കേസ് നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ഡോഗ്സ് വന്നിട്ട്, അവിടെ നിറയെ ഡോഗ്സ് വഴി കൂടെ ഒക്കെ അങ്ങനെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ആർക്കും ഒരു പേടിയില്ല, പക്ഷേ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. പോകുന്നത് ബിരിയാണി കഴിക്കാനാണ് കേട്ടോ. ഈ നേരത്ത് ബിരിയാണി കഴിക്കാൻ നല്ല വൈബാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. പക്ഷെ അപ്പോഴേക്കും കടയൊക്കെ ക്ലോസ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ KFCയുടെ ഷോപ്പ് മാത്രമായിരുന്നു കേട്ടോ ഓപ്പൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കയറി നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഓൺലൈൻ ഓർഡർ മാത്രമേ എടുക്കത്തുള്ളൂ, നമുക്ക് ഷോപ്പിൽ നിന്ന് കഴിക്കാനൊന്നും പറ്റില്ല പറഞ്ഞു ടൈമിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. ഓക്കെ, ബൈ.